हरि ओम। ओ ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा. നമുക്ക് ചാണ്ടിങ് ചെയ്യാം. മുമ്പ് ശ്ലോകം ഇത് 10ാമത്തെ എടുക്കണം. മുമ്പാണ് ചാണ്ട് ചെയ്യാൻ നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ നാരീസ്ഥനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ നളിനീദളഗത ജലമതിതരളം തത്വജ്ജീവിതം അതിശയചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ യാവത് വിത്തോപാർജനസക്ത സ്ഥാവന്നിജ പരിവാരോ രക്ത പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താങ്കോപി ന പൃച്ഛതി ഗേഹേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാഭീപ്യതി തസ്മിൻ കായേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താസക്ത പരമേ ബ്രഹ്മണി കോപി ന സക്ത. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം
ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കുത ആയാത തത്വം ചിന്തയ തദിഹ ഭ്രാത ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവന്മുക്തി ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിങ്കരണേ. ഓക്കെ, കഴിഞ്ഞ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞു നിശ്ചല തത്വേ ജീവൻ മുക്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. നിശ്ചല തത്വം എന്നാൽ നമ്മൾ കണ്ടു വികാരവിക്ഷേപരഹിതമായ മനസ്സ്, എ മൈൻഡ് ഫ്രീ ഫ്രം അജിറ്റേഷൻസ്. വികാരങ്ങളുമില്ല, വിക്ഷേപങ്ങളുമില്ല, വികാരവിക്ഷേപങ്ങളില്ല, ആവരണവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നോ കവറേജ്, പ്ലെയിൻ ഫോം, അൺഅജിറ്റേറ്റഡ് ലൈക്ക് സ്റ്റിൽ വാട്ടർ, ശുദ്ധജലം തടം കെട്ടി നിൽക്കുന്നത് പോലെയാണ് മനസ്സ്. അതാണ് നിശ്ചല തത്വം എന്ന് പറയുന്നത്. നിശ്ചലമായിട്ടുള്ള തത്വം. തത്വം മീൻസ് മൈൻഡ് എന്നാണ് തത്വത്തിൻ്റെ അർത്ഥം. അതായത് ശാന്തമായ മനസ്സ് എന്നർത്ഥം. പീസ്ഫുൾ മൈൻഡ്, നോട്ട് മൈൻഡ് ഇൻ പീസസ്, പീസ്ഫുൾ മൈൻഡ്. ആ പീസ്ഫുൾ മൈൻഡ്, പ്രശാന്തമായ മനസ്സ് കൈവരിച്ചാൽ ബാഹ്യലോകം നശിക്കുന്നില്ല, ബാഹ്യലോകം അവന് നശിക്കുന്നില്ല. ബാഹ്യലോകം അനുഭവിക്കുന്നതിൽ അവന് വിലങ്ങുമില്ല. എൻ്റെ മനസ്സ് ശാന്തമാണ് കേട്ടോ, ഉണ്ട് ഞാൻ ബാഹ്യലോകം ഒക്കെ ഉപേക്ഷിച്ചു എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. അവിടെയാണ് നമ്മൾക്ക് പല ആളുകൾക്കും തെറ്റിദ്ധാരണകൾ വന്നു കൂടിയിരിക്കുന്നത്. അതാണ് നമുക്ക് പേടിയും. എങ്ങാനും അധ്യാത്മത്തിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിക്കേണ്ടി വരില്ലേ? ഒന്നും ഉപേക്ഷിക്കണ്ട, യാതൊന്നും ഉപേക്ഷിക്കണം. മനഃശാന്തി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ഉപേക്ഷിക്കൽ. മനഃശാന്തിക്കും ഉപേക്ഷിക്കുന്നതിൽ യാതൊരു ബന്ധവുമില്ല. ഇൻഫാക്ട് ഉപേക്ഷിക്കുന്നതിനും മനഃശാന്തിക്കും ബന്ധമില്ല. ഉപേക്ഷിക്കാതെ തന്നെ മനഃശാന്തി ഉണ്ടാക്കാം നമുക്ക്. അത് നമുക്കിന്നില്ല. നമുക്ക് തോന്നും ഉപേക്ഷിച്ചാലേ മനഃശാന്തി ഉണ്ടാവുള്ളൂ എന്ന്. ഉപേക്ഷിച്ചാൽ മനഃശാന്തി ഉണ്ടാവില്ല. അത് നമുക്ക് ഭജഗോവിന്ദത്തിൽ കാണാം. ഇതൊന്നും ഉപേക്ഷിച്ച് പോയാലും മനഃശാന്തി ഉണ്ടാവില്ല. ഇത് ഉപേക്ഷിക്കാതെ ഉപയോഗിക്കുന്ന സമയത്താണ് മനഃശാന്തി വേണ്ടത് നമുക്ക്. അതെപ്പോഴാണ് നമുക്ക് കിട്ടുക? നിശ്ചല തത്വേ. ആ നിശ്ചല തത്വം വന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നും ഉപേക്ഷിക്കണ്ട. നമുക്ക് ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി അവരത് ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നു. സിമ്പിൾ, ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നു. എൻ്റെ മനസ്സ് അതിനൊരു രംഗം ഒരുക്കി കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഓൾ. ഐ എം പ്രൊവൈഡിങ് എ സ്റ്റേജ് ഫോർ ദ ഇന്ദ്രിയാസ് ടു പ്ലേ വിത്ത് ഇന്ദ്രിയ വിഷയാസ്. ഞാൻ അതേ ചെയ്യുന്നു, എൻ്റെ മനസ്സതേ ചെയ്യുന്നുള്ളൂ. പണ്ട് എനിക്ക് ഓർമ്മയാണ്, 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ്റെ അവിടെ
ഈ 2 നായ്ക്കളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ നായ്ക്കൾക്ക് കഞ്ഞി കുടിക്കാൻ വേറൊരു പ്രത്യേക കഞ്ഞിക്കല്ല് പറഞ്ഞിട്ട്, നായക്ക് കഞ്ഞി കൊടുക്കണ കല്ല് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആട്ടുകല്ല് പോലെ ചെറിയ സാധനം, നിലത്തെ കിടക്കുക. അത് പലവർക്കത്, ഉള്ള കുട്ടികളൊന്നും കണ്ടു കാണില്ല അത്, പക്ഷേ കുറച്ച് പ്രായമുള്ളവർക്ക് അത് കണ്ടു കാണും. നായയുടെ കഞ്ഞിക്കല്ലെന്നാണ് പറയുക. അത് എന്താ പറയുക, കരിങ്കല്ലാണത്. ഈ കൂന്താണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അമ്മി കൂന്താണി എന്നൊക്കെ, അതുപോലെ കനമുള്ളത്, നല്ല കനമുള്ളതാണ്. അത് ചിലപ്പോൾ 2 എന്താ പറയുക, ഓട്ടയുണ്ടാവും. ഓട്ടയല്ല, 2 എന്തായാലും പറയാം, പോർഷൻ അപ്പുറത്തും ഇപ്പുറത്തും 2 കുണ്ടുണ്ടാവും. 2 കുണ്ടുണ്ടാവും. 2 നായ്ക്കളുടെയും 2 നായ്ക്കൾക്ക് നിന്ന് അതൊന്ന് കുടിക്കുക. അപ്പോൾ അതിലാണ് കഞ്ഞി കൊണ്ടൊഴിക്കുക. അപ്പോൾ അത് കഞ്ഞി ആ സാധനം കുറച്ചൊരു ഭാഗത്ത് ഇട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിലൊന്ന് കഴുകി, വല്ല പ്രാണികൾ ക്രീണികൾ ഇരിക്കുന്നെങ്കിൽ ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ അതിൽ കഞ്ഞി കൊണ്ടൊന്ന് ഒഴിച്ചാൽ ടിപ്പു ടൈഗർ എന്ന് വിളി തുടങ്ങും. ടിപ്പുവിനും ടൈഗറേയും വിളിച്ചു തുടങ്ങും. അപ്പോൾ ടിപ്പും ടൈഗറും എവിടേക്കാലും ഓടിയെത്തും. അവർക്കറിയാം ഉച്ചയ്ക്ക് 12 മണിയായ കഞ്ഞിയുടെ സമയമാണ്. ഓടിയെത്തുവർ. ഓടിയെത്തി നോക്കിയിട്ട് ആ കുണ്ടിൽ ആ എന്താണ് നായകല്ലില്ലേ, ആ 2 കുണ്ടിൽ നിറച്ച് കഞ്ഞി ഒഴിച്ചിട്ടുണ്ടാവും. നിറച്ച് കഞ്ഞി ഒഴിച്ചിട്ടുണ്ടാവും. ആ കഞ്ഞി ഒരു നക്കി കുടിക്കണ കാണണം. എന്തൊരു കൗതുകമാണ് അറിയോ നോക്കി നിൽക്കാൻ. അതിങ്ങനെ ശബ്ദമൊക്കെ ശബ്ദമൊക്കെ ഇങ്ങനെ പുറപ്പെടുപ്പിച്ച് അതിങ്ങനെ കുട്ടിക്കണ കാണാൻ. നായ്ക്കളാണെങ്കിൽ പോലും ആ നായ്ക്കൾ ആ കഞ്ഞി കുടിക്കണ കാണാൻ എന്തൊരു, ഇറ്റ് ഈസ് എൻ ആർട്ട്. നമുക്കത് നോക്കി നിൽക്കാൻ തോന്നും. പലപ്പോഴും ഞാൻ എൻ്റെ അടുത്തിങ്ങനെ ചെന്നിരുന്നിട്ടുണ്ട്. നോക്കി നിൽക്കാൻ തോന്നും നമുക്ക്. അതിൽ കൈയിട്ട് വാരി കുടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊഴികെ മറ്റതൊക്കെ ചെയ്യും നമ്മൾ. മനസ്സിലായില്ലേ? നമ്മൾ ആ കഞ്ഞി നായക്ക് കൊടുക്കാനായിട്ട് ആ കഞ്ഞിക്കല്ലും കഞ്ഞിയും അതിടാനുള്ളൊരു സ്ഥലവും അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നല്ലാതെ നായ ആ കഞ്ഞി കുടിക്കുന്നതിൻ്റെ കൂടെ നമ്മളിരുന്ന് കഞ്ഞി കുടിക്കാമെന്ന് വല്ലവരും വിചാരിക്കുമോ? നായ നക്കി കുടിക്കുമ്പോൾ ആ രുചി ആസ്വദിക്കുന്നത് ആരാ? ഞാനാണോ? ഞാനല്ലല്ലോ. ഞാനത് ആ നായയുടെ ആ സുഖം ഞാൻ ആസ്വദിക്കുകയാണ്. അതാണ് ഞാൻ ആസ്വദിക്കണം. അല്ലാണ്ട് കഞ്ഞിയുടെ സ്വാദല്ല ഞാൻ ആസ്വദിക്കുന്നത്. ആ നായക്കൾ അവരുടെ ആ ഒരു സുഖം പ്രകടിപ്പിക്കുമ്പോൾ ആ സുഖമാണ് ഞാൻ ആസ്വദിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് കഞ്ഞിയുടെ സ്വാദല്ല. ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇന്ദ്രിയ വിഷയങ്ങളിൽ ചെന്ന് വിഹരിച്ച് ആ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള ഒരു കളം ഞാൻ ഒരുക്കി കൊടുക്കുന്നു. എന്നിട്ട് ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ സുഖം കണ്ടിട്ട് ഞാൻ ഇപ്പുറത്തു നിന്ന് ആസ്വദിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അതല്ലാണ്ട് ഞാനത് ആസ്വദിക്കുന്നില്ല. കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാവുകൊണ്ടും ചെവി കൊണ്ടും തൊക്കുകൊണ്ടും ഇന്ദ്രിയ വിഷയങ്ങൾ കണ്ടത് ഞാൻ ആസ്വദിക്കുന്നില്ല. മൈ മൈൻഡ് ഈസ് ഫ്രീ, നിശ്ചല തത്വേ. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയാണോ? നമ്മളിപ്പോൾ ഇന്നേ വരെ ചെയ്യുന്നത്, ഇന്നും ചെയ്തു വരുന്നത് എങ്ങനെയാണ്? നമ്മളുടെ മനസ്സിനെ കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കാനായിട്ട് ഇന്ദ്രിയങ്ങളെ വിട്ടുകൊടുക്കുക മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലല്ലോ. ഇപ്പം നമുക്ക് ചിലവർക്കൊക്കെ ഒന്ന് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടാവും, ഈ വൈജയന്തും വിഷ്ണു സഹസ്രനാമമൊക്കെ കേട്ടിട്ട്. നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്തിരുന്നതേ വരെ. നമ്മളുടെ ജീവിതചര്യ അങ്ങനെ ആയിരുന്നില്ലല്ലോ. വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ 15-ാം അധ്യായത്തിൽ വർണ്ണിച്ചു തരുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം ചക്ഷുസ്പർശനം രസനം ഘ്രാണം, ഈ 5 ഇന്ദ്രിയങ്ങളും അതിൻ്റെ പിന്നാലെ മനസ്സും അതിനെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് അധിഷ്ഠായ, അതിൻ്റെയൊക്കെ അധ്യക്ഷനായിട്ട് പുറപ്പാടാണ്. നിങ്ങളുടെ വിഷയാനുപസേവതേ, വിഷയങ്ങളെ അനുഭവിക്കാൻ നായാട്ടിന് പോവുക. ഈ 5 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ട്
ലോകം മുഴുവൻ നായാടാൻ പോവുക. കിട്ടിയത് ഇങ്ങനെ അനുഭവിച്ച് അഗ്രൻഡൈസ്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റ്. അങ്ങനെയല്ലേ നമ്മൾ ജീവിച്ചിരുന്നത്? നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുത്തിട്ട് അവരനുഭവിക്കുന്ന സുഖം ഞാൻ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനും അതിൻ്റെ ഞാനും കിടന്ന് പറയും. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചൈവം. ഈ 5 ഇന്ദ്രിയങ്ങളുടെയും അധിപനായിട്ടാണ് മനസ്സ് പോണത്. എന്തിന്? വിഷയാനുപസേവതേ, വിഷയങ്ങളെ സേവിക്കാൻ. അങ്ങനെയല്ലേ നമ്മൾ പോണത്? ശ്രോത്രം നേത്രം സ്പർശനവും രസവും ഘ്രാണവും പരം, ഇത് 5 മനസ്സും അവലംബിച്ചിട്ടവൻ വിഷയസേവിയായിട്ടാണ് അവൻ പോണത്. ഇത് ഗോയിങ് ആസ് എ വിഷയസേവി. വിഷയങ്ങളെ സേവിക്കാനായിട്ടാണ് മനസ്സ് പോകുന്നത്. നിശ്ചല തത്വത്തിൻ്റെ സമ്പ്രദായം അങ്ങനെയല്ല. നിശ്ചല തത്വത്തിൻ്റെ സമ്പ്രദായം നായ്ക്കല്ലും കഞ്ഞി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ സിംപ്ലി വാച്ച് ആസ് എ വിറ്റ്നസ്. ഗുണാഗുണേഷു വർത്തന്തേ. ഒരു ഗുണം വേറെ ഗുണം കൂടി കളിക്കുന്നു, 2 കുട്ടികളും കൂടി തമ്മിൽ കളിക്കുന്നു. കളിച്ചോട്ടെ, ഞാൻ എന്തായാലും കളിക്കാൻ പോകുന്നില്ല. ഐ ആം നോട്ട് ഇൻവോൾവ് ഇൻ ദ ഗെയിം. അതാണ് നിശ്ചല തത്വം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മുടെ സ്വഭാവം മാറി. ഇപ്പം നമ്മളിങ്ങനെ ചെയ്യാനാണ് പുറപ്പെട്ടു. ഇതേവരെ അങ്ങനെയല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണം? ഇപ്പം നമ്മൾ നായയെ കഞ്ഞി കുടിപ്പിക്കണമെന്ന് മാത്രം. നായയുടെ സുഖം നോക്കുന്നു, ബസ്. ദാറ്റ്സ് ഓൾ. എൻ്റെ സുഖമല്ല. ഇതേവരെ എങ്ങനെയായിരുന്നു? മനസ്സിൻ്റെ സുഖമായിരുന്നു. ഇന്ദ്രിയത്തിൻ്റെ സുഖം എൻ്റെ സുഖം, നായയുടെ സുഖം എൻ്റെ സുഖം, ചെരുപ്പിൻ്റെ സുഖം എൻ്റെ സുഖം, പട്ടിയുടെ സുഖം എൻ്റെ സുഖം. അപ്പം അതല്ല. അപ്പം നായ എൻ്റെയാണ്, ഞാൻ നായയല്ല. അതാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. വലിയൊരു ഡെവലപ്മെൻ്റ് അത്, വലിയൊരു പരിവർത്തനം അത്. വെരി ബിഗ് മെറ്റമോർഫോസിസ്. സംശയിക്കണ്ട. എൻ്റെ എന്നും ഞാൻ എന്നുമുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ബിഗിനിങ്. ശരിക്കും പറഞ്ഞാൽ മനസ്സ് എന്ന് പറയുന്നത് ഒരു ചാഞ്ചല്യമാണ്. നിശ്ചല മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആക്ച്വലി ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. നിശ്ചല മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് ഈസ് ഓൾവേസ് ചഞ്ചലം. ഹോട്ട് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ പോലെയാണ് നിശ്ചല മനസ്സ് പറഞ്ഞാൽ. മനസ്സ് ഈസ് ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ്, അതിൻ്റെ ഫങ്ഷൻ. പക്ഷെ നമ്മൾ എന്താ നിശ്ചലം എന്ന് പറയുന്നത്? അത് നിശ്ചലമായി കഴിഞ്ഞാൽ, അതിൻ്റെ ചലനശേഷി നിന്ന് കഴിഞ്ഞാൽ, ദാറ്റ് മെർജസ് വിത്ത് ബുദ്ധി. അപ്പോൾ ആ ചിത്തം എന്ന് പറയുന്നത് ഒന്നിച്ചാവും. പിന്നെ അവിടെ മനസ്സ് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിശ്ചല തത്വേ എന്ന് പറയാൻ കാരണം. സോ ഇറ്റ് മെർജസ് വിത്ത് ബുദ്ധി. അത് ബുദ്ധിയിൽ ലയിക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? അമന അവസ്ഥ. അമന, എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്ലെസ്നെസ്. നെഗറ്റീവ് അർത്ഥത്തിലല്ല മൈൻഡ്ലെസ്നെസ് എന്ന് പറയുന്നത്, പോസിറ്റീവ് അർത്ഥത്തിൽ. മൈൻഡ്ലെസ്നെസ്, വാസനാലെസ്നെസ്, ഡിസയർലെസ്നെസ്. മനസ്സിലായി? ഈ അവസ്ഥയാണ് അമന എന്ന അവസ്ഥ എന്ന് പറയുന്നത്. അമന വേദാന്തത്തിലൊരു വാക്കാണ് അമന. ആ അമന ലോപിച്ചിട്ടാണ് അത് അമ്മിണി എന്നായത്. അമ്മിണി എന്നുള്ള പേരില്ല നമുക്ക്. ഇതന്നെയാണ് ഉപദേശസാരത്തിലും രമണ മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഈ മനസ്സിനെ കുറിച്ചുള്ള ഈ തത്വം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടമാനസൊൽ കൃഷ്ടയോഗിന കൃത്യമസ്തു കിം സ്വസ്ഥിതിം യത. മനസ്സ് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ മൈൻഡ്, വാണ്ടറിങ്സ് ഓഫ് ദ മൈൻഡ്, ആൻഡ് നൗ മെർജ്ഡ് വിത്ത് ഇൻ്റലക്ട്, ബുദ്ധി. അതാണ് എന്നെ നയിക്കുന്നത്. മനസ്സ് വേറൊരു ഒരു ഹൊറൈസണായിരുന്നു, ഇല്ലാത്തൊരു വസ്തുവായിരുന്നു. എർത്തിൻ്റെ ആക്സിസ് എന്നൊക്കെ പറയില്ലേ, അച്ചുതണ്ടം എന്നൊക്കെ പറയില്ലേ, അത് ഇറ്റ് ഈസ് ഇമാജിനറി ലൈൻ.
equator. It's an imaginary line. Horizon, it's an imaginary line. അല്ലേ? അതുപോലെ ഒരു ഇമാജിനറി പ്രോഡക്റ്റ് ആയിരുന്നു മനസ്സ്. അതിനെ you start inquiring about the mind, what is it? Ultimately, it will say that I am nothing. I am nothing. But I am the intellect. I am the buddhi. ബുദ്ധിയായിട്ട് മെർജ് ചെയ്തു. തോട്ട്സ് എല്ലാം പോയി. നിശ്ചല തത്വം, നിശ്ചലമായിട്ടുള്ള തത്വം. അപ്പോൾ മനസ്സ് പോയി. മഹർഷി പറയണ നഷ്ടമാനസോൽകൃഷ്ടയോഗിന കൃത്യമസ്തു കിം സ്വസ്ഥിതിം യഥാ. മനസ്സ് ശാന്തമായി തീർന്നിട്ടുള്ള അങ്ങനെയുള്ളൊരു പരമയോഗിക്ക്, നഷ്ടമാനസോൽ ഉത്കൃഷ്ടയോഗിന്, മനസ്സ് നഷ്ടപ്പെട്ടിട്ടുള്ള ഉത്കൃഷ്ടമായൊരു യോഗിക്ക്, ശാന്തമായ മനസ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പരമയോഗിക്ക് കൃത്യമസ്തു കിം, ഇവിടെ എന്ത് കർത്തവ്യമുള്ളത്? വാട്ട് ആക്ഷൻ ഹാസ് യു ടു പെർഫോം? ഒന്നുമില്ല. സ്വസ്ഥിതിം യഥാ, ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഓൾമോസ്റ്റ് സ്വസ്വരൂപത്തെ പ്രാപിക്കല്ല, അറിഞ്ഞു കഴിഞ്ഞു. ഈസ് വൺ വിത്ത് ഇൻ്റലക്ട്. എല്ലാ ചാഞ്ചല്യവും നിന്നു. അപ്പോൾ നാച്ചുറലി ദെയർഫോർ ലൈഫ് ബേർഡൻസ് എല്ലാം തീർന്നു, സംസാരം തീർന്നു. ഹി ബിക്കംസ് ലിബറേറ്റഡ് ഫ്രം സംസാർ, ബിക്കംസ് ജീവൻ മുക്ത. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ആ ദർശനമാണ് ശരിക്കുള്ള ദർശനം. ഭഗവാൻ രമണ മഹർഷി കണ്ടിന്യൂസ്, ദൃശ്യവാരിതം ചിത്തമാത്മന. അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറയണത് രണ്ടും ഒന്നിച്ച് വായിക്കേണ്ട ഒരു ശ്ലോകമായിരുന്നു ഉപദേശസാരത്തിൽ. രസികൻ ശ്ലോകങ്ങളാണ് രണ്ടെണ്ണം. ദൃശ്യവാരിതം ചിത്തമാത്മന ചിത്വദർശനം തത്വദർശനം. ഇത് നമ്മൾ വിഷ്ണു സഹസ്രനാമം എടുക്കുമ്പോൾ വളരെ പ്രാവശ്യം എടുത്തിട്ടുള്ളൊരു ശ്ലോകമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഓടിച്ചങ്ങോട്ട് പോകുന്നു. അപ്പോൾ എപ്പോൾ നമ്മളുടെ മനസ്സ് ഇഫക്റ്റ് മാറിയോ ശാന്തമായോ, ദെൻ യു ഹാവ് സക്സീഡഡ്, ദെൻ യു ഗെറ്റ് ജീവൻ മുക്തി എന്നർത്ഥം. മനസ്സിൽ നിന്ന് അവിദ്യ അഥവാ അജ്ഞാനം മാറിയാൽ പിന്നീട് ആ മനസ്സിൽ പ്രകാശിക്കുന്നത് ബുദ്ധിയല്ലേ, സദ്ബുദ്ധി. വേറെ എന്താ പ്രകാശിക്കണം അവിടെ? താമസിക് തോട്ട്സും രജസിക് തോട്ട്സും ഒന്നുമില്ല. ഒക്കെ സദ്ബുദ്ധി മാത്രമേ ഉള്ളൂ അവിടെ പ്രകാശിക്കാൻ. ഈ അജ്ഞാനമാണ് നമ്മളുടെ സംസാരം എന്ന് പറയുന്നത്, ഈ അറിവില്ലായ്മ. മനസ്സ് എന്തൊക്കെയോ വിചാരിച്ചിരിക്കുന്നു, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ്. ഒന്നുമല്ല. ഞാൻ ഇന്ദ്രിയങ്ങളും അല്ല, ഞാൻ വിഷയമല്ല, ഞാൻ ഇതൊന്നുമല്ല. ഐ ആം മെർജിങ് വൺ വിത്ത് ഹിം. അപ്പോൾ ആ അജ്ഞാനമാണ് നമ്മുടെ സംസാര ദുഃഖത്തിന് കാരണം. അത് വിവരിക്കണ്ടല്ലോ, നമ്മൾ എത്രയോ കണ്ടോ. മൂലകാരണം അജ്ഞാനമാണ്. ഇഗ്നറൻസ് ഇസ് ദ മെയിൻ റൂട്ട് കോസ് ഫോർ ഓൾ ഈവിൽസ്. അതുകൊണ്ടാണ് ശിവൻ്റെ തൃക്കണ്ണ് തുറന്നാൽ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കും കുട്ടികൾ. അയ്യോ, ശിവൻ്റെ തൃക്കണ്ണ് തുറന്നാൽ ലോകം ഭസ്മാവേ. ശരിയാ, പറയണത് ശരിയാ. ലോകം ഭസ്മാവാച്ചാൽ ഈ മെറ്റീരിയൽ വേൾഡ് ആകെ കത്തി നശിക്കുന്നല്ല, എന്നിട്ട് ഫയർ എഞ്ചിനൊക്കെ അന്വേഷിച്ച് പോകണം, അതല്ല എൻ്റെ ഉദ്ദേശം. ഭഗവാന്റെ തൃക്കണ്ണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ഫയർ ഈസ് ഓൾവേസ് നോളജ്. അപ്പോൾ ഭഗവാന്റെ തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ലോകം നശിക്കുമെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ലോകം? ലോകം ഈസ് യുവർ ഓൺ സംസാരം, യുവർ എക്സ്പീരിയൻസസ്, നമ്മളുടെ അനുഭവങ്ങൾ. ഒരനുഭവം ഉണ്ടാവില്ല. പിന്നെന്താ അനുഭവം? ഉത്കൃഷ്ട മാനസ്. എന്ത് കർമ്മ ഉള്ളത്? വാട്ട് കർമ്മ പ്രിവെയിൽസ് ഓൺ ഹിം? നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന. അപ്പോൾ ഭഗവാന്റെ തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ സംസാരം? മീനിങ് ജ്ഞാനം നമ്മളിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സംസാരം നമുക്ക് എവിടെ? ഇതിവിടെ ശിവനും ഇല്ല, വിഷ്ണു ഇല്ല, ആരുമില്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം എന്നിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സംസാരം ഞാൻ തന്നെ നശിപ്പിച്ചു. എൻ്റെ തൃക്കണ്ണ് തുറന്നാൽ എൻ്റെ സംസാരം നശിക്കും. ദാറ്റ്സ് ഓൾ. അതൊരു ഗ്രാഫിക്കായിട്ട് പുരാണ രൂപത്തിൽ പറഞ്ഞ ശിവൻ
തൃക്കണ്ണ്, ലോകം ഇതൊക്കെ പറഞ്ഞ് കുട്ടികളോട് കഥ പറഞ്ഞുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി പസിലാക്കിയ ചിത്രമല്ലേ? അതിൻ്റെ മുകളിലാണ് നമ്മൾ കടന്ന് കയറി പിടിക്കണത്. തത്വം മനസ്സിലാക്കൂ അല്ലേ? അപ്പം എൻ്റെ അജ്ഞാനം മാറി ജ്ഞാനക്കണ്ണ് തുറന്നാൽ എൻ്റെ സംസാരം നിൽക്കും, എൻ്റെ ദുഃഖം നിൽക്കും. ഐ ക്യാൻ ഓൺലി സ്റ്റോപ്പ് മൈ വറീസ്. അതെന്നെ പറ്റണില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ അജ്ഞാനം എന്ന് പറയുന്നതാണ് എല്ലാറ്റിനും കാരണം. അപ്പം ജ്ഞാതേ എന്താ പറയുക, ജീവൻ മുക്തി കിട്ടണമെങ്കിൽ നിശ്ചല തത്വേ ജീവൻ മുക്തി. നിശ്ചല തത്വമായിരിക്കണം ജീവൻ മുക്തി കിട്ടണമെങ്കിൽ. നിശ്ചല തത്വം എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക? അജ്ഞാനം മാറി കിട്ടണം. അജ്ഞാനം ഈസ് ദി കാരണം. അപ്പോൾ കാരണം മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല അവിടെ. കാരണം ഈസ് അജ്ഞാനം, കാര്യം ഈസ് സംസാരം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ കുറേ കണ്ടതാ. ഇനി ഞാൻ പറഞ്ഞ റെപ്പിറ്റേഷൻ തോന്നുന്നു. നമ്മളുടെ ആദ്യം മുതൽക്കേയുള്ള സിദ്ധാന്തം ഇതാണ്. ഇഫ് ഫ്രം ദി ഇഫക്റ്റ് കോസ് ഈസ് റിമൂവ്ഡ് നത്തിങ് റിമെയിൻസ്. ഇതാണ് നമ്മുടെ സിദ്ധാന്തം. കാര്യത്തിൽ നിന്ന് കാരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നുമില്ല. കാരണാത് അഭാവോ കാര്യ അഭാവ, സംസ്കൃതത്തിൽ പറയാം. കാരണാത് അഭാവം, കാരണത്തിൻ്റെ അഭാവത്തിൽ കാര്യവും അഭാവമാണ്. വെൻ ദർ ഈസ് നോ കോസ്. കോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെന്ത് കാരണം? കാര്യ. ദർ ഈസ് നോ ഇഫക്റ്റ്. എല്ലാ നാമരൂപങ്ങളും നശിക്കില്ലേ? നാമരൂപങ്ങളിലല്ലേ ലോകം നിലനിൽക്കുന്നത്? അതൊക്കെ നശിക്കില്ലേ? എല്ലാ എക്സ്പീരിയൻസസും പോവില്ലേ? ഇതാണ് ജീവൻ മുക്തിയിലേക്കുള്ള രാജവീതി, ദ റോയൽ റോഡ്. ഇടവഴി കൂടി ഒന്നും പോണ്ട, ഒളിച്ചും ഭാഗത്തൊന്നും പോണ്ട, മതിൽ ചാടണ്ട, വേലി ചാടണ്ട. റോയൽ റോഡ്. ചക്കനീ രാജ്യമാർഗമുണ്ടക സന്തുലു തിരുകുത്തുവാ ഓ മനസ്സാന്ന് ചോദിക്കില്ലേ ത്യാഗരാജൻ. അപ്പം കാരണം നശിച്ചാൽ കാര്യവും നശിക്കും എന്ന ആ സത്യം ഉണ്ടല്ലോ. കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യം നശിക്കും എന്നുള്ള ഒരു സത്യം. ആ സത്യത്തെ വെളിപ്പെടുത്തലാണ് ശങ്കരൻ്റെ 10ാമത്തെ ശ്ലോകത്തിൻ്റെ ആവശ്യം. അത് 4 ഉദാഹരണ സഹിതം, ബലമായ ഉദാഹരണ സഹിതം നമ്മളുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ് ശങ്കരൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ശ്ലോകം ഓർക്കണേ, 9ാമത്തെ ഓർക്കണേ. നിസ്സംഗത്വേ സത്സംഗത്വേ നിസ്സംഗത്വേ. അവസാനത്തെ വരി നിശ്ചല തത്വേ ജീവൻ മുക്തി. നിശ്ചല തത്വം കിട്ടിക്കഴിഞ്ഞാൽ ജീവൻ മുക്തി എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതിന് 4 ഉദാഹരണമാണ് പറഞ്ഞത്. 4 ഉദാഹരണം പറയാണ്. വയസി ഗതേ ച കാമവികാര ശുഷ്കേ നീരേ കാകാസാര ക്ഷീണേ വിത്തേ കാ പരിവാര ജ്ഞാതേ തത്വേ കാകം സംസാര ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രിങ്കരണേ വയസി ഗതേ കാമവികാര ശുഷ്കേ നീരേ കാസാര ക്ഷീണേ വിത്തേ കാ പരിവാര ജ്ഞാതേ തത്വേ കാ സംസാര ഭജ ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുക്രിങ്കരണേ. ഇതർത്ഥം നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ആധ്യാത്മിക ഡിസ്കഷൻസോ ഫിലോസോഫിക്കലായിട്ടുള്ള പോക്കോ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഉദാഹരണങ്ങൾ ശങ്കരൻ പറയണത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ തത്വം മുഴുവൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള കാര്യകാരണ സഹിതമുള്ള റീസണാണ് ഭഗവാൻ 4 ഉപമയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. മാലോപമ എന്ന് വേണം പറയാൻ തന്നെ. അറിയില്ല മാലോപമ എന്നാണോ ശരിക്കുള്ള വാക്ക്. മലയാളം പഠിച്ചവരുണ്ടെങ്കിൽ
പഠിച്ചവരെ മീൻസ് ഡിഗ്രിയൊക്കെ എടുത്തവരുണ്ടെങ്കിൽ, സാഹിത്യമൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ അവർ തെറ്റിതിരുത്തുക. ഒരുപാട് ഇങ്ങനെ വരി വരിയായിട്ടുള്ള ഉപമകൾ പറയേണ്ടതാണ് തോന്നുന്നു മാലോപമ. എനിവേ, വയസ്സിഗതേ കാമവികാര. ആദ്യത്തെ വരി വയസ്സിഗതേ. വയസ്സിഗതേ മീൻസ് വയസ്സായാൽ, വയസ്സ് വന്നാൽ. വയസ്സിഗതേ കാമവികാര. കാമചേഷ്ടകളുണ്ടോ? കാമവികാരം എന്ന് വെച്ചാൽ വേർ ഈസ് എന്നുള്ള ചോദ്യമാണ് എന്ന് വെച്ചാൽ. ഈസ് ദെയർ, അങ്ങനെ ഒന്നുണ്ടോ? ആ ചോദ്യമാണ് സംസ്കൃതത്തിൽ എന്താ പറയുക എന്നുള്ള വാക്കിന് വരുന്നത്. വയസ്സിഗതേ കാമവികാരം. എവിടെ ഇത് വന്നാൽ അത് എവിടെയാണ് ഉള്ളത്? മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ സംസാരിക്കില്ലേ? ആ സംസാരമാണ്. അപ്പോൾ വയസ്സിഗതേ, വയസ്സായാൽ കാമവികാര, കാമചേഷ്ടകളുണ്ടോ? ശുഷ്കേ, ഒരു ഉപമ. ശുഷ്കേ നീരേ. ശുഷ്കം എന്ന് വെച്ചെങ്കിൽ വെച്ച, നീരെന്ന് വെച്ചെങ്കിൽ വെള്ളം. ശുഷ്കേ നീരേ, വെള്ളം വറ്റിയാൽ. കാസാര. കാസാരയുണ്ടോ? കാസാര മീൻസ് പൊയ്ക, തടാകം, പൊയ്ക, വെള്ളത്തിൻ്റെ സംരംഭണി ഒക്കെ കൂട്ടാം. അപ്പോൾ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഈ കാസാര ഉണ്ടോ? അതിനെ പിന്നെ പൊയ്ക എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? രണ്ടാമത്തെ ഉപമ. മൂന്നാമത്തെ ഉപമ ക്ഷീണേ വിത്തേ. സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞാൽ. ശങ്കരതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടില്ലേ നമുക്ക്? പരിവാര. പരിവാരങ്ങൾ എവിടെയുണ്ട്? ഒക്കെ വാലുപൊക്കി ഓടിയിട്ടുണ്ടാവും. അതെ, അങ്ങോട്ട് പോകണ്ട കേട്ടോ, വീട്ടിൽ യാതൊരു കാര്യമില്ല. കാര്യമില്ല. പരിവാര. പരിവാരങ്ങളുണ്ടോ? അതുപോലെ പുട ജ്ഞാതേ തത്വേ. തത്വമറിഞ്ഞാൽ, ചിത്തം തത്വമായി കഴിഞ്ഞാൽ സംസാര. എവിടെയാ സംസാരം? പിന്നെ ജീവൻ മുക്തിയായില്ലേ? നിശ്ചല തത്വേ ജീവൻ മുക്തി. അപ്പോൾ നിശ്ചല തത്വം, ജ്ഞാതേ തത്വേ. ആ തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ, ദ മൊമെന്റ് യു നോ ഇറ്റ്, സംസാര. പിന്നെ എവിടെ സംസാരമുള്ളത്? വേർ ഈസ് എ സംസാർ? ഈ 4 ഉപമകളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ഉപമ നമുക്കൊന്നെടുക്കാം. വയസ്സിഗതേച്ച കാമവികാര. വയസ്സിഗതേക കാമവികാര. പ്രായാധിക്യം വന്നാൽ ഈ മരം കയറിലൊക്കെ അധികം ഉണ്ടാവില്ല, ഒക്കെ നിൽക്കും അല്ലേ? മരം കയറ്റമൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മരത്തിൻ്റെ മുകളിലുള്ള കയറ്റമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് പ്രായമായാൽ നിൽക്കില്ല. ഒരു +60 ഒക്കെ ആയാൽ. ഒന്നല്ലെങ്കിൽ പ്രകൃതി നിർത്തിക്കും. പ്രകൃതി നിർത്തിക്കും, അനുവദിക്കില്ല പ്രകൃതി. ശരീരം ജർജരമായാൽ അത് ജർജരമായിട്ടിരിക്കുമല്ലോ. ദിസ് മാറ്റർ. പ്രകൃതിയല്ലേ ശരീരം. ശക്തി ചോർന്നു പോവില്ലേ കയ്യിനും കാലിനും? മുട്ട് വേദനിച്ചു തുടങ്ങും, കൈ വേദനിച്ചു തുടങ്ങും, ഷോൾഡർ വേദനിച്ചു തുടങ്ങും. പിന്നെ അതിന് ഓരോരോ പേരിടും. ഷോൾഡർ, ടെന്നീസ് ഷോൾഡർ, ബാഡ്മിൻ്റൺ ഷോൾഡർ, ക്രിക്കറ്റ് ഷോൾഡർ, ഫുട്ബോൾ ഷോൾഡർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകളുണ്ടാവും. അതൊക്കെ ഓരോ ഓമന പേര് വൈദ്യന്മാരിടും. അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് ഒക്കെ പറഞ്ഞിടും. കുറേ പ്രായം ചെന്ന് കഴിഞ്ഞാൽ കാലിനും കയ്യിനൊക്കെ തളർച്ച വരും, ശരീരത്തിന് തളർച്ച വരും, കണ്ണിന് കാഴ്ച കുറയും. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും കുറയും. 5 ഇന്ദ്രിയങ്ങളുടെയും മികവ് കുറഞ്ഞു 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 ബൾബ് ഡിമ്മായിട്ട് വരും. എപ്പോഴാണ് ഫ്യൂസ് പോകാമെന്നറിയില്ല, ആ ലെവലിലെത്തും. മനസ്സിലായില്ലേ? അപ്പോൾ പ്രായാധിക്യം വന്നാൽ പ്രകൃതി നമ്മളെ അനുവദിക്കില്ല. ദേഹം ജർജരമായി പോയാൽ നമ്മളെ അനുവദിക്കില്ല. ചോരത്തിളപ്പ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ പോവില്ലേ കയ്യിൽ നിന്ന്, നമ്മുടെ കയ്യിൽ നിന്ന്? അപ്പോൾ അങ്ങനെ വയസ്സികതേക്കാ കാമവികാരം. ആ ഒരു സമയത്ത് എവിടെ മനുഷ്യന് കാമവികാരങ്ങളുണ്ട്? കാമവികാരം മീൻസ് സെക്സ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല കേട്ടോ. ആർജിക്കണം, സമ്പാദിക്കണം, അത് വേണം, ഇത് വേണം എന്നുള്ള അത്യാവശ്യമായിട്ടുള്ള തൃഷ്ണയും ആവേശവും ഉണ്ടല്ലോ, മോഹാവേശം. എന്തിനോട്? രണ്ട് കാര്യത്തിനോട്. വേറെ ഒന്നിനോടും നമുക്കില്ല. കാമിനി ആൻഡ് കാഞ്ചന. റണ്ണിങ് ആഫ്റ്റർ ഡുക്രിങ്കരനെ. ഇതിൻ്റെ പിന്നാലെയുള്ള ഓട്ടം, ഡുക്രിങ്കരൻ്റെ പിന്നാലെ ഓട്ടം, കാമിനി കാഞ്ചനകളുടെ പിന്നാലെയുള്ള ഓട്ടം, ദാറ്റ് ഈസ് കോൾഡ് കാമം, നോട്ട് മിയർലി സെക്സ്. അപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ
നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഓ, ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും വയസ്സായി, എനിക്കറിയാം. ഇപ്പം എനിക്കിപ്പോൾ എന്താ പറയുക, കൈലാസം ഒന്ന് പരിക്രമണം ഒന്ന് ചെയ്തു വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പിന്നെ ആഗ്രഹം കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? എന്താ കാര്യം? ബുദ്ധിയുള്ളവനാണെങ്കിൽ, സാമാന്യ ബുദ്ധിയുള്ളവനാണെങ്കിൽ ആ ആഗ്രഹം ഡ്രോപ്പ് ചെയ്യും. നടക്കാത്ത കാര്യം വിചാരിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ സാമാന്യമായിട്ടുള്ള ഒരുവിധം എന്താ പറയുക, കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ചിലത് ഡ്രോപ്പ് ചെയ്യില്ല, ചിലത് ഇങ്ങനെ മനസ്സിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അതാണ് ശങ്കരൻ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിന് പറഞ്ഞത്. ബാലസ്താവ ക്രീഡാസക്ത, തരുണസ്താവ തരുണീസക്ത, വൃദ്ധസ്താവ ചിന്താസക്ത. ചെറുപ്പത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പോകാൻ ആലോചിച്ചിരിക്കും. അത് ചില കാര്യങ്ങൾ, എല്ലാം ഒന്നും ആലോചിച്ചിരുന്നാൽ പറ്റില്ല. അപ്പോൾ പല കാര്യങ്ങളും ഡ്രോപ്പ് ഔട്ടായി പോവും. അപ്പോൾ കാമവികാരങ്ങൾ ഡ്രോപ്പ് ഔട്ടാവും. ഇതിലൊന്നും ശക്തി ഉണ്ടാവില്ല, ശേഷി ഉണ്ടാവില്ല. ഓൾ യുവർ എനർജീസ് ആർ ലോസ്റ്റ്. പ്രായോഗികമായിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലേ ഇത്? വയസ്സികതേ കാമവികാര, ശുഷ്കേ നീരേ കാസാര. വെള്ളം വറ്റിയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ പൊയ്ക എന്ന് പറയും. പൊട്ടക്കിണറെന്ന് പറയാതിരിക്കാം, പൊട്ടക്കുളം എന്നൊക്കെ പറയാതിരിക്കാം. അതിനെ പൊയ്ക എന്ന് പറയുമോ? ആ പൊയ്കയുടെ ഭംഗിയും അതിലുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഭംഗിയും അതിലുണ്ടാകുന്ന കുളിർമയും ഇതൊക്കെ ഈ പൊട്ടക്കുളത്തിന് കിട്ടുമോ? അപ്പോൾ കാസാര, കാസാര. എവിടെയാണ് കാസാര? കാസാര മീൻസ് പൊയ്ക. വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് പൊയ്കയുള്ളത്? നോക്കൂ, ഉദാഹരണത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത നോക്കൂ, ആലോചിച്ച് നോക്കൂ. ജ്ഞാനം നമ്മളുടെ മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ സംസാരം? ജ്ഞാതേ തത്വേ കാ സംസാര, അല്ലേ? അത് രണ്ടാമത്തെ ഉദാഹരണം. ശുഷ്കേ നീരേ കാസാര. മൂന്നാമത്തെ നമുക്ക് വളരെ ലോകപ്രസിദ്ധമായിട്ടുള്ളൊരു ഉപമയാണ്. ക്ഷീണേ വിത്തേ കാ പരിവാര. വിത്തം മീൻസ് ഇവിടെ നമ്മൾ കഴിഞ്ഞ യാവത് വിത്തോപാർജന സക്ത എന്നുള്ള ശ്ലോകം നോക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ നോക്കുണ്ടായി. വിത്തം എന്ന് വെച്ചെങ്കിൽ കഴിവ് എന്നർത്ഥം. സുഖം ആർജിക്കാനുള്ള കഴിവ്. എനിക്ക് വേണ്ട സുഖം ആർജിക്കാനുള്ള കഴിവ് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എ സ്പെയ്ഡ് അഴങ്കൂലി ഫോർ മീ. മനസ്സിലായില്ലേ? യൂസ്ലെസ്, ബ്രോക്കൺ ഫർണിച്ചർ. ക്ഷീണേ വിത്തേ, ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് കുറയട്ടെ, ഇൻകം ടാക്സിന് അവിടുന്ന് ഇവിടുന്നൊക്കെ 2-3 നോട്ടീസ് വരട്ടെ, നിത്യം ചിലവ് കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ഒരു ഘട്ടം വരട്ടെ. നമ്മൾ എത്ര ആൾക്കാരെ കാണുന്നു നോക്കൂ, ലോകത്തിൽ നോക്കൂ. ഈ ശങ്കരൻ്റെ ഉദാഹരണമൊക്കെ നമ്മൾ ലോകത്തിലെടുത്ത് നോക്കൂ. എത്ര തത്വമായിട്ടുള്ള എന്താ പറയുക ഉദാഹരണങ്ങളാണ് നോക്കൂ. എത്ര ആൾക്കാരെ നമ്മൾ ക്ഷീണേ വിത്തേക്ക പരിവാര എന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ. എന്തൊരു ഉന്നത പദവിയായിരുന്നു, എന്തെല്ലാം എത്ര ആൾക്കാരായിരുന്നു അവർ പിന്നാലെ ഏറാൻ മൂളിയിട്ട്. ഇപ്പോഴോ എവിടെ പോയി? ഒരെണ്ണത്തിനെ കാണാനില്ലല്ലോ. വേറെ ആർത്തി? അവരൊക്കെ വേറെ പാസ്റ്റേഴ്സ് തേടി അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഒരു രക്ഷയില്ല. ആരാളും വിളിച്ചാൽ വരില്ല. ഒന്നിവിടെ വാടാ, ഞാൻ പോരാ, ഞാൻ പാട്ടിയിൽ പോയിട്ട് പോരാട്ടോ, അങ്ങോട്ട് അയാൾ അങ്ങോട്ട് വിടും. അയാൾ വിളിച്ചാൽ വരില്ല. എന്താ? ഈ അമ്മാവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അമ്മാവനെ കൊണ്ട് ഒരു ഉപകാരമില്ല. എന്തിനാ അമ്മാവൻ്റെ അടുത്തേക്ക് പോകണം? ക്ഷീണേ വിത്തേ കാ പരിവാര. അതേപോലെ ജ്ഞാനേ തത്വേ കാ സംസാര. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതാണ്. അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറയാൻ കാരണം. അവസാനത്തെ വരെയാണ് ആദ്യം പറഞ്ഞത്. ജ്ഞാതേ തത്വേ കാ സംസാര. ശിവൻ്റെ തൃക്കണ്ണം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതാണ്. തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ വൺസ് യു നോ ദ നോളജ്, വൺസ് യു ആർ ഏബിൾ ടു റിമൂവ് ദ ഇഗ്നറൻസ്, വെർ ഈസ് എ സംസാർ. ഈ സംസാരം എന്ന് പറയുന്നത് ലിറ്റല്ലേ, ഇഗ്നറൻസ് അല്ലേ. ധനം നമുക്ക് ഇന്ന് വരും നാളെ പോവും. അത് കുചേലനായിട്ട് കളിക്കുന്നതും കുബേരനായിട്ട് കളിക്കുന്നതൊക്കെ ലക്ഷ്മി ദേവിയുടെ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ്. അതവിടെ വിടുമോ?
പക്ഷെ എന്തുതന്നെയായാലും ഈ ലോകത്തിൽ സത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, സത്യം എന്താണ്, മിഥ്യ എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആരാന്ന് പോലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളൊരു മനസ്സിലാവലുണ്ടായത്. മനസ്സിലായോ? മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ആ മനസ്സിലാക്കിയ ഗുണം അറിയാം. അപ്പോൾ ആ ഒരു നോളജ്, അറിവ്, അജ്ഞാനത്തിനെ ബന്ധിക്കുന്ന അറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കേണ്ട, പരമസത്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ മതി. ആ ഒരു സത്യത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അസത്യം എത്ര നാൾ നിലനിൽക്കും? എത്ര സമയം വേണം പറയൂ? ശരിക്കുള്ള ഭക്ഷണം വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര സമയം വേണം വിശപ്പ് മാറാൻ? സാരം അറിഞ്ഞാൽ സംസാരം പോവാൻ എത്ര സമയം വേണം? വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ടെവിടെ? അതല്ലേ സ്വാമി ഉള്ളൂർ പറയണത്, എത്ര നാൾ ധർമ്മത്തെ ദ്രോഹിക്കും ദുർവൃതർ. എത്ര നാൾ ഈ ധർമ്മത്തിനെ എങ്ങനെ ദ്രോഹിച്ച് നിൽക്കണോ തൻ്റെ ആൾക്കാർ, ദുര്യോധനും കൂട്ടരും? എത്ര ദിവസം? കൃഷ്ണൻ പറയണ എത്ര നാൾ വരെ ഈ പാണ്ഡവരെ എങ്ങനെ ഉപദ്രവിക്കും? എത്ര നാൾ ധർമ്മത്തെ ദ്രോഹിക്കും ദുർവൃതർ, മർത്യനെ കൂരിരുട്ടെന്ന പോലെ. മർത്യൻ മീൻസ് വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? മർത്യൻ, സൂര്യൻ. അവനെ കൂരിരുട്ടെന്ന പോലെ മിത്രത്തെ, മിത്രത്തെ കൂരിരുട്ടെന്ന പോലെ. മർത്യനല്ല, സോറി, തെറ്റിപ്പറ. മർത്യൻ മനുഷ്യനാണ്, മിത്രനാണ്. എത്ര സമയം ഇരുട്ടിന് വെളിച്ചത്തിനോട്, സൂര്യനോട് യുദ്ധം വെട്ടാൻ പറ്റും? എത്ര നാൾ ആ സൂര്യനെ ദ്രോഹിക്കാൻ പറ്റും ഇരുട്ടിന്, ഊരിരുട്ടിന്? എത്ര നാളും ധർമ്മത്തെ ദ്രോഹിക്കും ദുർവൃതർ, ദുഷ്ടന്മാരായിട്ടുള്ളവർ എത്ര കാലം ഇരുട്ടിനെ കൊണ്ട് വേട്ടയാടും വെളിച്ചത്തെ? മിത്രനെ കൂരിരുട്ടെന്ന പോലെ. മിത്രൻ വരുന്നത് വരെ. സൂര്യൻ ഉദിച്ചാലോ വെച്ചൊക്കെ പറ പോവും. അതുപോലെ തന്നെയാണ് അജ്ഞാനം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ജ്ഞാനം മനക്കാമ്പിലുണ്ടെന്ന് വന്നാൽ ആനന്ദമല്ലാതെ മറ്റെന്തുമുള്ളൂ. എത്ര ഭംഗിയായിട്ട് ചോദിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ. അത് മനസ്സിൽ വരേണ്ട ഒറ്റ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ജ്ഞാനേ തത്വേകാ സംസാര, മനസ്സിലാ കെട്ടൊക്കെ ഇങ്ങോട്ട് ഒഴിയും. ഇനി എന്താ പറയുക, ഊരാക്കുടുക്കൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ മനസ്സിൽ. നമ്മളുടെ മനസ്സിലൊക്കെ അതാണ് ഇപ്പം ഇന്ന് കിടക്കുന്നത് മുഴുവൻ. ഊരാക്കുടുക്കാണ്, കടുങ്കെട്ടാണ്. അപ്പം അമിതമായ തൃഷ്ണാമോഹം ത്യജിക്കുക. അനുഭവം ധാരാളം ഉപയോഗിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല. ലോകം മുഴുവൻ നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഈ ലോകം. അനുഭവിച്ചുകൊണ്ടൊന്നും തെറ്റ് പറ്റില്ല, ഒരു കുഴപ്പം നമുക്ക് വരില്ല. നമ്മുടെ ജ്ഞാനത്തിനൊരു കളങ്കം പറ്റില്ല. സർപ്പത്തിനെ കണ്ടതുകൊണ്ട് വിഷം തീണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ ദംശനേറ്റാലല്ലേ വിഷം തീണ്ടുള്ളൂ. അപ്പോൾ ഈ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ സർപ്പങ്ങളാണ്. എന്നെ തീണ്ടില്ല അത്. ഇന്ദ്രിയങ്ങൾ അവർ ചെന്ന് തൊട്ടു, ഇന്ദ്രിയങ്ങൾ പാട്ടിലാവും, അവർക്ക് വിഷം ബാധിക്കാം. എനിക്ക് ഐ ഹാവ് നത്തിങ് ടു ഡു, ഐ ആം സേഫ്, ഐ എം സേഫ് സോൺ. എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ജ്ഞാനത്തിനൊന്നും അതൊരു കളങ്കം വരുത്തില്ല. അപ്പോൾ എനിക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐ ക്യാൻ യൂസ് ദം ആസ് മച്ച് ആസ് ഐ വാണ്ട്. ഇതൊക്കെ വിട്ടുപോകണം. ഹിമാലയത്തിലേക്ക് പൊക്കോളൂ, ഋഷികേശിലേക്ക് പൊക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ശാന്തി കിട്ടില്ല, അവിടെ പോയാലേ കിട്ടുള്ളൂ. വെറുതെ എറണാകുളത്ത് നിന്ന് വണ്ടി കയറി കാട്ട്പാടി എത്തുന്നതിന് മുമ്പേ നിങ്ങൾ ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വരും. വിലാസിനെയും കുട്ടികളെയും ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട്.
അതൊന്നല്ല എൻ്റെ വഴി. എൻ്റെ വഴി വീട്ടിലിരുന്ന് ആധ്യാത്മിക പ്രവർത്തനത്തിലൂടെ മനഃശാന്തി നേടുക, മനഃശാന്തിയിലൂടെ മനസ്സ് ബുദ്ധിയായിട്ട് ലയിക്കുക. ബുദ്ധിക്ക് വേറെ ലയിക്കാൻ വേറെ എവിടെയില്ല, സ്ഥലമില്ല, ആത്മാവിലേക്ക് ലയിക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദി മർജർ. അത് വന്നു കഴിഞ്ഞാൽ ജ്ഞാതേ തത്വേ കാ സംസാര, പിന്നെ എന്ത് സംസാരം ഉണ്ടെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് ഡുക്രിങ്കരനെ പ്ലീസ് ബി കെയർഫുൾ, ശ്രദ്ധിക്കേ, ഇവ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് ആലോചിക്കേ. ഡുക്രിങ്കരനെ വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡുക്രിങ്കരനെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ലോകത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ദർ ആർ ബെറ്റർ തിങ്സ് ഇൻ ദിസ് വേൾഡ്. മനസ്സിലായി? അപ്പോൾ അത് ഈ ശ്ലോകത്തിൽ വലിയ ഫിലോസോഫിക്കൽ ഡിസ്കഷനിലുള്ളൊരു വകുപ്പുള്ള ശ്ലോകമൊന്നുമല്ല അത്. ഇതൊരു 4 എക്സാമ്പിൾസ് ശങ്കരാചാര്യൻ എന്താ പറയുക, പ്രശസ്തി ആർജിച്ച 4 ഉദാഹരണങ്ങളാണത്. അത് പറഞ്ഞു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു മാത്രമേ ഉള്ളൂ. നാളെ നമുക്ക് മാഗുരു ധനജയ അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഭൈരവ, ഭവാനി, ശ്രീ